കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ പേഴ്സണലിയും ഇമോഷണലിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ വന്നത്. ഞാൻ ഒരുപാട് ആലോചിച്ചു, ഇങ്ങനൊരു കാര്യത്തിനെ അല്ലെങ്കിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് എടുത്ത് സംസാരിക്കണോ വേണ്ടയോ എന്നല്ല. അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു കാര്യം ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലൊരു തോട്ട് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ക്യാൻസർ സ്ക്രീനിങ് എന്നൊരു വാക്ക് എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നത് ഒരിടുത്തി പോലെയാണ്. അതും എൻ്റെ വാപ്പച്ചിക്ക്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ വാപ്പച്ചി എന്ന് പറയുന്നത്. അതിന് പുള്ളിക്കാരൻ അർഹനാണ് കേട്ടോ, ഭയങ്കരമായിട്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ചെറുകുട്ടികളെയും കളിപ്പിച്ച് സ്വന്തം കഷ്ടപ്പാടെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് റെസ്റ്റ് പ്രോസസ്സിലോട്ട് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് വാപ്പച്ചിക്ക് ഇങ്ങനൊരു അസുഖം സ്ഥിരീകരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രോഗം സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഒന്ന് കാമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും നാളും ടെസ്റ്റുകൾ, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഡോക്ടർ എന്ത് പറയുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു രോഗത്തിൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും വാപ്പച്ചി ഇങ്ങനെ പാസ്സായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്കൊരാശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. ഭയങ്കരമായ രീതിയിലൊന്നും ഈ ഒരു രോഗം വാപ്പച്ചി അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങളും നല്ല സൂചനകളും ഒക്കെ ആ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടുകളിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശ്വാസവും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ. ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന അവസ്ഥയെന്ന് വെച്ചാൽ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അടുത്ത ടെസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ വ്യാപ്തി എന്താണെന്നറിയാം, അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റിൽ അങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെയല്ലായിരിക്കാം എന്നൊക്കെയുള്ള ഓരോ ആശ്വാസവാക്കുകൾ കണ്ടെത്താനാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും രോഗം സ്ഥിരീകരിച്ചു, കീമോ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണിപ്പോൾ. ഇനി ആഹാരകാര്യത്തിൽ ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇമ്മ്യൂണിറ്റി വരുന്ന രീതിയിലുള്ള ഫുഡ് അല്ലെങ്കിൽ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ടെൻഷൻ. അതാണ് പറയുന്നത്, ഇതിന് ഓരോരോ അവസ്ഥകളാണ്. രോഗം സ്ഥിരീകരിക്കുന്നത് വരെ അങ്ങനെ ഒരു ടെൻഷൻ, അത് കഴിയുമ്പോൾ എങ്ങനെ ആരോഗ്യം നിലനിർത്താമെന്നുള്ളൊരു ടെൻഷൻ. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പഴയ ലൈഫിലോട്ട്, പഴയ സന്തോഷത്തിലോട്ട് എൻ്റെ കുടുംബം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാ അങ്ങനെ തന്നെ നടക്കട്ടെ. സത്യം പറഞ്ഞാൽ എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരു ചായ അതിനെ അത്രയും പൂർണ്ണമായിട്ട് ആസ്വദിച്ച് കുടിക്കാൻ ഇപ്പോൾ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നെഞ്ചിലൊരു തീയാണ്, നെഞ്ചിലൊരു ഒരു വിഷമം ഇങ്ങനെ കിടപ്പുണ്ട് ഈ ഒരു കാര്യം കൊണ്ട്. എന്തായാലും ശുഭപ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാം ഓക്കെ ആവും, എല്ലാം ശരിയാകും, പഴയ പോലെ ലൈഫ് വരും. അങ്ങനെ വന്നാൽ മാത്രമേ എൻ്റെ ലൈഫിലും നമ്മളുടെ ലൈഫിലും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ഈ ഒരു അവസ്ഥ അതേപോലെ അനുഭവിക്കുന്ന ബാക്കി 3 പേരെൻ്റെ കുടുംബത്തിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് 101% ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ബാബുജി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരാണ് എൻ്റെ ബലവും. അപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മളെ ആശ്രയിച്ച് നമ്മളെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ചില ആളുകളൊക്കെ ഇല്ലേ, അവരെയൊക്കെ നോക്കണമല്ലോ. അതും മുന്നോട്ട് പോയാലേ പറ്റൂ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം
ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റൂ എന്നൊരവസ്ഥയിലാണ്. എന്തായാലും ഞാൻ സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. ഇതേ സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഫേസ് ചെയ്യാനാണ് തീരുമാനം.